ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാങ്ങ മുരിങ്ങക്ക സാമ്പാർ. തമിഴ്നാട്ടില് വളരെ ഫേമസ് ആണ് മാങ്ങ സാമ്പാർ. അതിൽ കൂടെ അവർ മുരിങ്ങക്കായ ഇടാറുണ്ട്, വഴുതനങ്ങ ഇടാറുണ്ട്, ചൗ ഇടാറുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന കോമ്പിനേഷൻ മാങ്ങായും മുരിങ്ങക്കായും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഇളം, അതായത് നമ്മൾ പുളിയൊന്നും ഉപയോഗിക്കില്ല, മാങ്ങയുടെ പുളിപ്പ് തന്നെ ധാരാളം മതി. അപ്പൊ ഒരു നല്ല പുളിയല്ല, എന്നാൽ ഒരു ഇളം പുളിയോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ മുരിങ്ങക്കാய் சாம்பார் தான் இன்னைக்கு பார்க்க போறோம். வாங்க எப்படி பண்ணலாம்னு பார்க்கலாம். അപ്പോൾ വരൂ നമുക്ക് ഉണ്ടാക്കാം മാങ്ങ മുരിങ്ങക്ക സാമ്പാർ. ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 5-6 മുരിങ്ങക്കായ, ഒരു തക്കാളി, ഒരു സവോള. ഇനി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക്, ഉലുവ, ജീരകം, വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് നന്നായി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത് വെച്ച ഒരു സവോള നീളത്തിൽ മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ തന്നെ ആ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. അരയോ ഒന്നോ എന്താ വേണ്ടെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇടും. ഇത് കഴിഞ്ഞതിന് ശേഷം 2 സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന സാമ്പാർ പൊടി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് സാമ്പാർ മസാലയാണെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വേറെ ഒന്നും തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് സാമ്പാർ പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ മുരിങ്ങക്കായ ഒന്ന് വേവാൻ പാകത്തിനുള്ള രീതിയിൽ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ മുരിങ്ങക്കായ ഒന്ന് തിളയ്ക്കണു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച തോരപ്പരിപ്പ്, അതായത് ഒരു പിടി നിങ്ങളുടെ കയ്യിന് നിങ്ങൾ പരിപ്പ് വേവിക്കുക. അതിനെ നല്ല പോലെ വേവിച്ചിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ടുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ നല്ല പോലെ ഒന്ന് ഒലുമ്പിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ആക്കിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക. എന്നിട്ട് ഈ മുരിങ്ങക്കായ ഒന്ന് ഹാഫ് ഒന്ന് വേവട്ടെ. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഉപ്പ് കറക്റ്റാക്കി ആക്കി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് മുരിങ്ങക്കായ പകുതിയോളം വെന്തിട്ടുണ്ടാവും. ആ പകുതി വെന്ത സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ മാങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈറ്റ് പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പുളിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാം. നല്ലപോലെ ഇളക്കുന്നു, അടച്ചു വയ്ക്കുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും, മുരിങ്ങക്കായ വെന്തിട്ടുണ്ടാവും. അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാങ്ങ മുരിങ്ങക്ക സാമ്പാർ റെഡി. ഞാൻ കുറച്ച് വടകവും പപ്പടവും കൊണ്ടാട്ടും കാച്ചാൻ വിചാരിച്ചു. ബീട്രൂട്ട് ഉപ്പേരിയാണ് സൈഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എല്ലാം തന്നെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ മാങ്ങ മുരിങ്ങക്ക സാമ്പാർ റെഡി. வாங்க சாப்பிடலாம். முருங்கைக்காய் மாங்காய் சாம்பார் സൂപ്പർ കോമ്പിനേഷനാണ്. വീട്ടിലത്തെ മുരിങ്ങക്കായ സൂപ്പറാണ്. നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് AC ഇട്ടിട്ടില്ല. രാത്രിയൊന്നും ഉറങ്ങാനേ പറ്റുന്നില്ല. എന്നാലും AC ഇട്ട ട്രിപ്പാവും. ബിക്കോസ് വെള്ളം കെട്ടി നിൽക്കുകയല്ലേ. ഇപ്പോൾ ഇലക്ട്രീഷ്യൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു AC ഇടണ്ടാകും. എന്നിട്ട് ഇപ്പോൾ AC ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവർ വിളിച്ചു എന്നെ. എന്നിട്ട് പറഞ്ഞു വരികയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് വന്ന് നോക്കുമെന്ന് ചോദിച്ചു. എന്താ സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വെള്ളവും ബ്ലോക്ക് ചെയ്തിട്ടും വെച്ചിരിക്കുകയാണ് അത്ര. എന്നിട്ട് അവരെന്നോട് പറയുക എന്തെങ്കിലും എമർജൻസി ആയാൽ പോലും വരാൻ പറ്റില്ല, സൂക്ഷിച്ചും കണ്ടുമൊക്കെ കാര്യങ്ങൾ നോക്കുമെന്ന്. സൂപ്പറായിട്ട് രാവിലെ ക്രോസോനും മുട്ടയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ചയ്ക്ക് ഇതിപ്പോൾ സാമ്പാറായി, ഉപ്പേരിയും ഇതായി. രാത്രിക്ക് കുറച്ച് സാബുദാനയുണ്ട്, ഒരു പാക്കറ്റ് ബാക്കിയുണ്ട്, അതിനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്.
അതിനെ വെള്ളത്തിലിട്ടിട്ട് ഞാൻ മിണ്ടാണ്ട് സാബുദാന കിച്ചടി ഉണ്ടാക്കാൻ വിചാരിക്കും. എന്തായാലും നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Winnie's Kitchen.